ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്താണ് അവരുടെ ഫീലിങ്സ്, ഇതൊക്കെയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്തിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് വളരെയധികം കണക്റ്റ് ആകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇത് പ്രകാരം പറയുകയാണെങ്കിൽ, നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ എന്തൊക്കെയോ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നല്ല രീതിയിൽ ഉള്ളതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണിൽ നിന്ന് ക്ലാരിറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടാകാം. ചിലപ്പോൾ നേരെ തിരിച്ചും ആകാം. അതായത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് അറിയാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാകും. ചിലപ്പോൾ രണ്ടു പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ തീർത്തും ഓപ്പൺ അല്ല. എന്തൊക്കെയോ തകരാറുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മറ്റാളുകൾ ഉണ്ടാകാം. ഒരു പക്ഷേ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ രണ്ടുപേരുടെയും മനസ്സ് വളരെ അസ്വസ്ഥമാണ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാത്ത വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പരസ്പരം അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ പല സമയങ്ങളിലും ഒരാൾ ഒന്ന് താഴ്ന്നു നിൽക്കേണ്ടതൊക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഇവിടെ ഇപ്പോൾ എന്തിൻ്റെയൊക്കെയോ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു മടിയുണ്ട് നിങ്ങൾക്ക്. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവാണ് നിങ്ങൾ തമ്മിൽ. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്നേഹമുണ്ടെങ്കിൽ പോലും രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ട് തയ്യാറാകുന്നില്ല. രണ്ടു പേർക്കും ഞാൻ പറഞ്ഞത് ജയിക്കണം എന്ന വാശിയുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാകാം ഇതിൻ്റെ ഒരു കാരണം. അത്തരത്തിൽ നല്ലൊരു കോണ്ടാക്റ്റിലുള്ള ഒരു എനർജി അല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. രണ്ടുപേരും രണ്ടിടത്തായിട്ടുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു സെപ്പറേഷനിൽ നമുക്കിവിടെ നിന്നും മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളും തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിന് തയ്യാറായി മുന്നോട്ട് വരാൻ രണ്ട് കൂട്ടരും തയ്യാറാകുന്നില്ല. ഒരു പക്ഷേ ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു എനർജി തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ട് കാണുന്ന റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ആ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് നിങ്ങളുടെ സൊസൈറ്റിയിലുള്ളൊരു സ്ഥാനം, ഇതെല്ലാം തീർച്ചയായും നിങ്ങളൊരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരുപാട് മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളുടെ മുഴുവൻ സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാകില്ല. ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോഴൊക്കെ ഇവർ ഭയങ്കര ബിസി ആണെന്നൊക്കെ ആയിരിക്കാം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലായിരിക്കാം ഫീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പിന്നീട് നിങ്ങളുമായിട്ട് ഒരു സംസാരത്തിലൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളും ആ ഒരു ഈഗോ ഹേർട്ട് ചെയ്തിട്ട് അതുപോലെയൊക്കെ തിരിച്ചും ഒരു ബലമൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകാം അവരൊരു കോണ്ടാക്റ്റിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈഗോ ഉള്ള വ്യക്തികൾ തന്നെയാണ്. തീർച്ചയായും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുപാട് ഒത്തുപോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഈഗോ അതിനെ സമ്മതിക്കുന്നില്ല രണ്ടു കൂട്ടരെയും. അതായത് അപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സണിൻ്റെ എനർജി നോക്കുവാണെങ്കിൽ ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിട്ടാണ് കാണുന്നത്. ഇവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ ഭയപ്പെടുന്നതായിട്ടാണ്. ഭയപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ചോടുക അങ്ങനെയുള്ള ഭയമല്ല. ഭയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടൊരു കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ഒരു ഫിയറുണ്ട് എന്നുള്ളതാണ്. അതിന് പല റീസൺസും ഉണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പേഴ്സണിൻ്റെ പുറകെ നടന്ന സമയത്ത് അവർ നിങ്ങളെ ഓടിച്ചൊക്കെ വിട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വലിയ ഷോ കാണിച്ചിട്ടൊക്കെ ഉണ്ടാകാം. നിങ്ങളപ്പോൾ ഇനി ഞാനില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ടാകാം.
അപ്പോൾ ഇതൊക്കെയാകാം നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ ഒരു പേഴ്സണെ തടഞ്ഞു നിർത്തുന്ന കാരണങ്ങൾ എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് എന്ത് സിറ്റുവേഷനാണ് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാമായിരിക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് രണ്ടുപേരും ഭയങ്കരമായ ടെൻഷനിലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് പ്രവൃത്തിയിലായിരുന്നാലും ഒരു ഡിസ്കംഫോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സെയിം അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും. അതായത് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. കാരണം പരസ്പരം നല്ല സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഏത് ഏജിലുള്ള വ്യക്തികളായിരുന്നാലും കുറച്ച് പ്രായവും പക്വതയും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ടീനേജേഴ്സിനെ പോലെ ആകാറുണ്ടാകും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം പ്രീഷ്യസ് ആയിട്ട് നിങ്ങൾ കാണുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്രഷ്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് എപ്പോഴും കാണണമെന്ന് തോന്നുക, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തോന്നുക, അത്ര ദൂരത്തിലാണെങ്കിലും ഓടി വന്നൊന്ന് കാണാമെന്നൊക്കെ തോന്നുക. ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടാണ്. അല്ലെങ്കിൽ ഒന്ന് വന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ തിരഞ്ഞെടുത്ത ബെസ്റ്റ് ചോയ്സാണ് നിങ്ങൾ. പക്ഷേ ഇപ്പോൾ അത് കൂടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ കാരണമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷൻ്റെ വക്കിലെത്തിയത്. ഇവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ, സന്തോഷം ഉണ്ടാകണമെങ്കിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒന്നാകുമ്പോൾ എല്ലാം ഓക്കെ ആകുമെന്നാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിന് പകരമായിട്ട് എന്തൊക്കെ നിങ്ങൾ നേടിയാലും, അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ ആഞ്ഞു പിടിക്കുന്നുണ്ടാകാം, പലതും നേടി വെട്ടിപ്പിടിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ടാകാം. അതൊക്കെ എന്തൊക്കെ നേടിയാലും നിങ്ങളുടെ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു കംപ്ലീഷൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അതങ്ങനെ ഒരു കംപ്ലീഷൻ ഫീൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടാകണം. അതായത് നിങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പൂർണ്ണത വന്നതായിട്ട് ഫീൽ ചെയ്യണം. അല്ലാതെ ടൈമിലൊക്കെ നിങ്ങൾ എന്ത് നേടിയാലും നിങ്ങൾക്ക് എന്തോ ഒന്ന് മിസ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാകും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.